ന്യായവിധി നേരിടാൻ 2 വഴികളുണ്ട്. ചെറുത്തുനിന്ന് ദൈവത്തിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ പാപത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുക. വെള്ളത്തിന് മുകളിലൂടെ നടന്ന പത്രോസ് ചുറ്റും നോക്കാൻ തുടങ്ങി. യേശുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ പറഞ്ഞു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു ശരീരമാണെന്നും എന്നാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്നത് നിങ്ങളുടെ ആത്മാവാണെന്നും ബൈബിൾ പറയുന്നു. ദൈവവുമായി കൂട്ടായ്മ പുലർത്താൻ കഴിയുന്ന നിങ്ങളുടെ ഭാഗമാണത്. അത് മരിച്ചു. നിങ്ങൾ വന്ന് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ അത് ജീവിപ്പിക്കാൻ കഴിയൂ. രക്ഷപ്പെടാൻ ദൈവം എല്ലാ വഴികളും നൽകുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം പാപങ്ങളാൽ നിങ്ങൾ കൈയും കാലും ബന്ധിതരാണ്. ആത്മാവ് വന്ന് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ചുകളയണം. അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കും. കാരണം യേശുക്രിസ്തു കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. ഇന്നും അവൻ ജീവിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നുവന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാനും നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും നൽകാനും അവൻ സന്നദ്ധനാണ്.